ഞാൻ കേക്ക് സെല് ചെയ്യാൻ തുടങ്ങിയിട്ടും ഒരു ബേക്കറായിട്ടും 1 കൊല്ലം കഴിഞ്ഞു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനൊരു ബേക്കറാവുന്നോ, എൻ്റെ പാഷൻ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നോ, എനിക്ക് ഇത്രയും കേക്ക്സ് ഉണ്ടാക്കാൻ പറ്റുന്നു, ഇത്രയും കസ്റ്റമേഴ്സിനെ കിട്ടുന്നൊന്നും ഞാൻ മനസ്സിൽ കൂടെ വിചാരിച്ചിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ പാഷനാണ് കുക്കിങ്ങും ബേക്കിങ്ങും. കേക്ക്സ് പലവിധം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും 2024 ന്യൂ ഇയറിൽ ഉണ്ടാക്കിയ ഈ ഒരു കേക്കാണ് എൻ്റെ ലൈഫ് എന്നെ മാറ്റിമറിച്ചത്. മിൽക്കി നട്ട്സ്. ഈ ഫ്ലേവറിന് ഇന്നും ഫാൻസ് കൂടുതലാണ്. ഇതിന് എത്ര ഓർഡേഴ്സാണ് അറിയോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 24-ൽ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയ ശേഷം എൻ്റെ മേമ്മയുടെ മോളും ഞാനും കൂടെ ബേക്കിംഗ് സ്റ്റോറിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോഴാണ് അവളാണ് പറഞ്ഞത് എനിക്കൊരു കേക്ക് ചെയ്തു തരണം എന്ന്. അതായത് ഞങ്ങളുടെ അനിയൻ്റെ ബർത്ത്ഡേക്ക്. അവൾ ഫ്ലേവറും ഷേപ്പും ഡിസൈനും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ എനിക്ക് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു. ഇതന്ന് ഉണ്ടാക്കിയ ടെൻഡർ കോക്കനട്ട് കേക്കാണ്. അന്ന് എനിക്ക് ധൈര്യം തന്നത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയത്തിയായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന്. ഈ കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയുണ്ട്. കുറേ പേരുടെ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സിന് എനിക്കും എൻ്റെ കേക്ക്സിനും ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇത് തുടങ്ങുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് എത്ര വരെ എത്തുമെന്ന്. ഞാനൊരു കേക്ക് ഫെസ്റ്റിൽ പോയി പങ്കെടുക്കുന്ന പോലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ മെമ്മറീസാണ് അതൊക്കെ. എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്നവിടെ നിന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കട്ട സപ്പോർട്ട് തന്ന എൻ്റെ ഹസ്ബൻഡിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്ന് എൻ്റെ ഒപ്പം ഇല്ലാത്ത എൻ്റെ അച്ഛ, ദ വൺ ഹു മെയ്ഡ് മീ ഫുഡി. അച്ഛൻ ഭയങ്കര ഫുഡിയായിരുന്നു. അച്ഛൻ പോകുന്ന സ്ഥലത്തൊക്കെ എന്നെ കൊണ്ടുപോകുമായിരുന്നു. അതേപോലെ തന്നെ അച്ഛൻ വാങ്ങിച്ചു തന്ന കളിപ്പാട്ടങ്ങളിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ടത് കിച്ചൺ സെറ്റായിരുന്നു. കോയമ്പത്തൂരിൽ ചെക്കപ്പിന് പോയിട്ട് എത്ര ലേറ്റായാൽ പോലും അച്ഛൻ അത് കൊണ്ടുതരാതിരിക്കില്ലായിരുന്നു. ആ കിച്ചൺ സെറ്റിനെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഉറക്കം കളഞ്ഞിരുന്നിട്ടുമുണ്ട്. ഇന്ന് ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും മിസ് ചെയ്യണത് എൻ്റെ ഡിയറസ്റ്റ് അച്ഛനെയാണ്. ഒരു കേക്ക് ഓർഡറിൽ ഹാപ്പി ബർത്ത്ഡേ അച്ഛാന്ന് വെക്കുമ്പോൾ ഞാൻ തന്നെ അറിയാതെ എൻ്റെ കണ്ണുകൂടെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ കൈകൾ വരയ്ക്കണ്ടായിരുന്നു. കാരണം എൻ്റെ അച്ഛയ്ക്ക് ഇതെനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അച്ഛൻ ഉണ്ടെങ്കിൽ എത്ര സന്തോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. ഇതൊന്നും ഒരു തള്ളലല്ല കേട്ടോ, മനസ്സിൻ്റെ വിങ്ങലുകൾ മാത്രമാണ്. അത് എത്ര പേർക്ക് ഉൾക്കൊള്ളാനാവുമെന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കുമ്പോൾ പോലും ഞാൻ എൻ്റെ അച്ഛയെ ആലോചിക്കാത്ത ദിവസങ്ങളില്ല. എവിടെയെങ്കിലും ഇരുന്ന് മൂപ്പര് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന 2 ആൾക്കാരാണ് എൻ്റെ അമ്മയും അമ്മമ്മയും. ഈ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുക്കള ഒരു യുദ്ധക്കളമായിട്ടുണ്ടാവും. ഇതൊക്കെ ശരിയാക്കി ഒരു മടിയും കൂടാതെ, ഒരു കുറ്റവും ഇല്ലാതെ, ഒരു പരാതി ഇല്ലാതെ എല്ലാം ചെയ്ത് ശരിയാക്കുന്നത് അവർ 2 പേരായിരിക്കും. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ്, അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നെ വിശ്വസിച്ച് എനിക്ക് ഓർഡർ തരണവർ. അതിൽ ചില കസ്റ്റമേഴ്സ് ഫ്ലേവറോ ഡിസൈനോ ഒന്നും അവർ പറയില്ല, ഒക്കെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാൻ പറയും. അവർ എല്ലാ ഓർഡേഴ്സും എന്നെ തന്നെ ഏൽപ്പിക്കുക. അങ്ങനെ കുറച്ച് പേര് എനിക്കുണ്ട്. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദം. ഞാനൊരു കുട്ടി ബേക്കറാട്ടോ. ഇപ്പോഴും കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു വരണേ ഉള്ളൂ. പോകെ പോകെ എല്ലാം ശരിയാവുമായിരിക്കും. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നല്ലേ. ഇതൊക്കെ ഒരു ജോലിയാണെന്നുള്ള ആറ്റിറ്റ്യൂഡുള്ളവരും ഉണ്ട് കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ഏറ്റവും വലിയ പാഷനാണ്. അത് ഞാൻ ഒരിക്കലും കൈവിടില്ല. എന്നാൽ ശരി കേട്ടോ, ബൈ, പിന്നെ കാണാം.